Good afternoon. Okay. ജോയിൻ ചെയ്യുന്നുള്ളല്ലേ? 16 പേരായിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മൾ ക്ലാസ്സിലെടുത്തൊക്കെ വായിച്ചു നോക്കിയായിരുന്നു പോയിന്റ്സുകള്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയില് ജനറൽ സേഫ്റ്റി റൂൾസ് പോയിന്റ്സുകൾ വായിച്ചായിരുന്നു എല്ലാവരും? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, സിമ്പിൾ ആണ്. ഓക്കെ ഓക്കെ, ഇനി ജോയിൻ ചെയ്യണോര് ചെയ്യട്ടെ അല്ലേ? അടുത്തത് നെക്സ്റ്റ് നമ്മൾ ബി നോക്കുകയാണ്. സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കണം? എന്തൊക്കെയാണ്? പേഷ്യന്റ് കെയറില്, പേഷ്യന്റ് കെയർ, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്രിവെന്റ് ഫോളിംഗ് ഫ്രം ബെഡ്. പ്രിവെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? തടയുക അല്ലെ? ബെഡിൽ നിന്ന് വീഴുന്നത് തടയുക. ഫീബിൾ, ഫീബിൾ എന്ന് പറഞ്ഞാൽ ദുർബലരായ, അല്ലെങ്കിൽ ബലഹീനരായ, ഫീബിൾ. ഡിസോറിയന്റഡ്, ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ തളർന്ന, തളർന്നു കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ബലഹീനരായിട്ടുള്ളവര്. ഡിസോറിയന്റഡ്, disoriented. Then, and patients who have under sedation, സെഡേഷനിലുള്ളവര്, അതായത് നമ്മൾ സെഡേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് നമുക്ക് നോർമൽ ആ ഒരു ഇതിലേക്ക് വരില്ല അല്ലെ? നമ്മളൊരു ശരിക്കും ഒരു ബോധം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്, ഒരു പതുക്കെ മയക്കത്തിലാന്ന് പറയാം അല്ലെ? സെഡേഷനിൽ ഉള്ളവര്. Feeble, disoriented, and patients who are under sedation. Sedation ഉള്ള patients frequently try to get on or off the bed unaided. അവരെന്ത് ചെയ്യും? ബെഡിന് ഒരു സഹായം ഇല്ലാതെ അവര് തന്നെ എണീക്കാനും ബെഡില് ഇങ്ങനെ എന്താ പറയാ കയറാനും ഒക്കെ ശ്രമിക്കും. അപ്പൊ അവർക്ക് നല്ല ഒരു എന്താ പറയാ അത്രയും ശക്തിയില്ല, ഒറ്റയ്ക്ക് അവർക്ക് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ ബെഡിൽ ഇറങ്ങാൻ പറ്റില്ലാത്ത ആളുകള്, അല്ലെങ്കിൽ സെഡേഷനിലുള്ളവര്, ദിശാബോധമില്ലാത്തവര്, ഇപ്പൊ വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റി ശരിക്കും നമ്മള് എന്താ പറയാ നമ്മുടെ ശരിക്കും ഓർമ്മയൊന്നും ശരിക്കും വരാത്തവര്, അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? ബെഡിലേക്ക് കയറാനും ബെഡിൽ നിന്ന് ഇറങ്ങാനും ഒക്കെ ശ്രമിക്കും. എന്ത് ചെയ്യണം നമ്മള്? ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദേ റിക്വയർ അസിസ്റ്റൻസ്. അവർക്ക് ഒരു സഹായം ആവശ്യമാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദേ റിക്വയർ അസിസ്റ്റൻസ്. അത് ഒറ്റ പോയിന്റ് ആട്ടോ, അത് 2 പോയിന്റ് അല്ല, അത്രയും ഒരു പോയിന്റിലാണ് കിടക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. പോയിന്റ് ആണ്. Okay, feeble, disoriented, and patients who are under sedation frequently try to get on or off the bed unaided. Try to make the patient understand they require assistance. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം നമ്മള്? അങ്ങനെയുള്ള പേഷ്യൻസിനോട് അവർക്ക് അസിസ്റ്റന്റ്, സഹായം ആവശ്യമാണ്, ഒറ്റയ്ക്ക് എണീക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു അത് അങ്ങനെ പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ. പേഷ്യൻസ് ബിലോങ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ റീച്ച്. അതായത് പേഷ്യന്റിന്റെ സാധനങ്ങളൊക്കെ അടുത്ത് തന്നെ, അവർക്കടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. പേഷ്യൻസിന്റെ സാധനങ്ങള് കൈയെത്തുന്ന ദൂരത്ത് തന്നെ വെക്കണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്ലാസ്, ഒരു
എന്തെങ്കിലും കാര്യം നമ്മളെ കൂടെ ഒരാളുണ്ട് എങ്കിൽ പോലും അവര് വല്ല ഇപ്പൊ ഫോണ് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഇച്ചിരി ദൂരെയാണെങ്കിൽ അവര് കൈ എത്തിച്ച് ബെഡിന്ന് തന്നെ എന്താ പറയാ കൈ എത്തിച്ച് എടുക്കാൻ ശ്രമിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ബെഡിന്ന് വീഴാം. അപ്പൊ അതുകൊണ്ട് എന്താ അവർക്കുടെ സാധനങ്ങളെല്ലാം അവര് കിടന്നുകൊണ്ട് തന്നെ എടുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കുടെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. അടുത്തെന്താ, ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾ ബെൽ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾ ബെൽ. നേഴ്സസ് കോൾ ബെൽ ഇല്ലേ, നമ്മൾ കിടക്കുന്ന ബെഡിന്റെ നമ്മുടെ തലയുടെ ഭാഗത്തായിട്ട് ബെല്ല് വെച്ചിട്ടില്ലേ. അപ്പൊ അവർക്ക് ബെഡ് പാൻ ഓർ യൂറിനൽ, അവർക്ക് എന്താ പറയാ യൂറിൻ പാസ് ചെയ്യണമെങ്കിലോ ഒക്കെ, അല്ലെങ്കിൽ ആ പാത്രം എടുക്കണമെങ്കിലോ ആ ബെഡ് പാൻ എന്ന് പറഞ്ഞ നമ്മൾ യൂറിനൊക്കെ ഒഴിക്കുന്ന ആ പാത്രം ഇല്ലേ അത്, അതുപോലെ തന്നെ യൂറിനൊക്കെ പാസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അവരെ വിളിക്കണമെങ്കിൽ എന്തുപയോഗിക്കണം, നേഴ്സസ് കോൾ ബെൽ. ആ ബെല്ല് പിടിച്ചൊന്ന് നിൽക്കാൻ മതി അല്ലെ. ബെല്ലടിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ നേഴ്സ് റൂമിന്ന് നേഴ്സ് വരും, അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ആസ്ക് ദ പേഷ്യന്റ് ടു യൂസ് നേഴ്സസ് കോൾ ബെൽ ടു ഹാവ് എ ബെഡ് പാൻ ഓർ യൂറിനൽ. ബെഡ് റെയിൽസ്, യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്. ബെഡ് റെയിൽ എന്ന് പറഞ്ഞ എന്താ, കൈപ്പിടി ആ ബെഡിന്റെ സൈഡിൽ വെക്കണമേ, രണ്ട് സൈഡിലും. ഇതുപോലെ തന്നെ നമുക്ക് ശരിക്കും ഓർമ്മയില്ലാത്ത ആളുകള് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബെഡിനൊക്കെ എണീക്കാൻ ശ്രമിക്കും. അപ്പൊ അവരൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ബെഡ് റെയിൽ ഇടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കണ്ടിട്ടില്ലേ ബെഡിന്റെ സൈഡിലുള്ള കൈപ്പിടി. അപ്പൊ അതങ്ങനെ ഇട്ട് വെക്കും. അപ്പൊ നമ്മൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നേരെ കിടക്കാൻ പറ്റും അവർക്ക്. അപ്പൊ അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. യൂസ് ബെഡ് റെയിൽ ഓൺ ബോത്ത് സൈഡ്, രണ്ട് വശങ്ങളിലും ബെഡ് റെയിൽ ഉപയോഗിക്കണം. അടുത്തത് മെഡിക്കേഷൻസ്. ഇനി മരുന്നുകളുടെ കാര്യം. ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് മെഡിക്കേഷൻസ്, റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻ, ലേബൽ, പേഷ്യൻസ് ഐഡന്റിറ്റി. ഇനി മരുന്നുകൾ എങ്ങനെയാ, നമ്മള് വെറുതെ നമ്മൾ എടുത്ത് കഴിക്കാതെ നമ്മൾ ചെക്ക് ചെയ്യണം, നന്നായിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് മെഡിക്കേഷൻ, വീണ്ടും ചെക്ക് ചെയ്യണം, നല്ലോണം ചെക്ക് ചെയ്യണം. റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ, അതിൽ എഴുതിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആണെങ്കിൽ ഓൾറെഡി നമുക്ക് സിസ്റ്റർമാർ തന്നെ നേഴ്സുമാർ തന്നെ വന്ന് ടാബ്ലറ്റ് നമുക്ക് എടുത്തു തരൂല്ലേ. എങ്കിലും പറയാണ്, ഇപ്പൊ നമ്മളാണ് അത് കഴിക്കണമെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് മരുന്ന് തന്നെയാണ് നമ്മൾ അതിനെടുത്ത് കഴിക്കണമെങ്കിൽ അതിലെ ഇൻസ്ട്രക്ഷൻസ്, അതായത് എഴുതിയില്ലേ, 1 വീതം 3 നേരം, 1 വീതം 2 നേരം, ആഹാരത്തിന് മുന്നേ, ആഹാരത്തിന് ശേഷം എന്നൊക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ, ഇൻസ്ട്രക്ഷൻസ്. പിന്നെ അതുപോലെ ലേബൽ, പേഷ്യൻസ് ഐഡന്റിറ്റി, പേഷ്യൻസിന്റെ ഐഡന്റിറ്റി, അതായത് പേരും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഫാർമസിയിലൊക്കെ ആണെങ്കിലും നമ്മൾ മരുന്നുകൾ മേടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയാ ആ കവറിന്റെ പുറത്ത് പേഷ്യന്റിന്റെ പേരും ഉണ്ടാവും, എത്ര വീതമാണ് എന്നുള്ളതും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അടുത്ത നോക്കിയേ, ലേബലിംഗ്. ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. എല്ലാ ബോട്ടിലും കണ്ടെയ്നേഴ്സും ലേബൽ ചെയ്യണം. ഇന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, അതിന്റെ കണ്ടന്റ് ഇതാണ്, എന്തിനുള്ള മരുന്നാണ്. ഇപ്പൊ ബോട്ടിലാണെങ്കിൽ ലേബൽ ചെയ്യൂലേ അല്ലേ. കുപ്പിമരുന്നുകളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിനകത്തും അതിന്റെ മുകളിൽ അവർ ലേബൽ ചെയ്ത് തരൂലേ. 1 വീതം 2 നേരം കഴിക്കണം അല്ലെ, 1 വീതം 3 നേരം കഴിക്കണം, 1 ടീസ്പൂൺ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ എല്ലാ ബോട്ടിലും കണ്ടെയ്നേഴ്സും ഒക്കെ ലേബൽ ചെയ്യണം. കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. അടുത്തെന്താ, മെഡിസിൻസ് ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ചില ആളുകൾക്ക് ഓർമ്മക്കുറവുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അവർ ചിലപ്പോ ഒരു പ്രാവശ്യം എടുത്ത് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും, പിന്നെ അവർ ഓർക്കാതെ വീണ്ടും വേണമെങ്കിൽ എടുത്ത് കഴിക്കാം, മരുന്ന് കഴിച്ചില്ല എന്ന് വിചാരിച്ച്. അപ്പൊ അതുകൊണ്ട് മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ അതായത് നമ്മൾ ഒന്നില്ലെങ്കിൽ നേഴ്സിന്റെയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിന്റെയോ ഒരു അനുമതി ഇല്ലാതെ സ്വന്തമായിട്ട് അവരെടുത്ത് കഴിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അതായത് അത് ലോക്ക് ചെയ്ത് വെക്കണം, മെഡിസിൻസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കണം.
keep the medicine supply low. എന്ന് വെച്ചാൽ മെഡിസിൻസ് ഒക്കെ സെക്യൂർ ചെയ്ത് വെക്കണം. അവർക്ക് പേഷ്യൻസിന്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നെ എടുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പുറത്ത് ഓപ്പൺ ആയിട്ട് അത് വെക്കരുത്. ഓർമ്മക്കുറവുള്ള പേഷ്യൻസ് ഒക്കെ ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും അതെടുത്ത് കഴിക്കാം. അപ്പൊ അതൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ വെക്കണം. അടുത്ത് നോക്കി, കീപ് വാർണിംഗ്. വാർണിംഗ് സൈൻസ് എഗൈൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസ്. ഓക്കെ, അതായത് വാർണിംഗ് സൈനുകള് നമ്മള് ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതില് വാർണിംഗ് സൈനുകൾ ഉണ്ടാവും അല്ലെ. അത് ടോക്സിക് ആണ്, അത് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വാർണിംഗ് സൈനുകളൊക്കെ കീപ്പ് ചെയ്യണം. അതപ്പോ നമ്മളത് എന്താ പറയാ, അത് നോക്കിയിട്ട് അല്ലെങ്കിൽ അത് വായിച്ചിട്ട് തന്നെ നമ്മൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം പേഷ്യന്റ് കെയറിലുള്ള സേഫ്റ്റിയിൽ വരുന്ന. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം നമുക്ക്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, അങ്ങനെ ചോദിക്കാം. അപ്പൊ അതിന്റെ കീഴില് അപ്പൊ നമുക്ക് എല്ലാവരും അറിയാം ഏകദേശം എന്താ പേഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പോയിന്റ്സിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ച് ഇതിനകത്തൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചില്ലേ? ക്ലിയർ ആണോ നോക്കിയ പോയിന്റ്സുകള്? പോയിന്റ്സുകൾ ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് ഒന്നും കൂടി പറയണോ? ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വെപ്പാൻ എന്ന് പറഞ്ഞ യൂറിനൊക്കെ ഒഴിക്കുന്ന ഒരു പാത്രം ഇല്ലേ, അതിനാ മലമൂത്ര വിസർജന പാത്രം. വെപ്പാൻ ഓർ യൂറിനൽ. ഓക്കെ, അപ്പൊ ബെഡിൽ നിന്ന് വീഴാതെ എന്ത് ചെയ്യണം? നമ്മള് അവര് എന്താ പറയാ, അങ്ങനെ ദിശാബോധമില്ലാത്തവര്, ഓർമ്മയില്ലാത്തവര്, സെഡേഷനിലുള്ളവര്, എന്താ ബലഹീനരായിട്ടുള്ള ആളുകള്, ഇവർക്കൊക്കെ എന്താ അവരെ ഒറ്റയ്ക്ക് ബെഡിൽ നിന്ന് എണീക്കാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഒന്നും അവരെ അനുവദിക്കരുത്. അവർക്കൊരു അസിസ്റ്റന്റ് ആവശ്യമാണ്, സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പേഷ്യൻസിന്റെ സാധനങ്ങള് അവരുടെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ വെക്കുക. പിന്നെ പേഷ്യന്റിനോട് നേഴ്സിനെ വിളിക്കാനായിട്ട് നേഴ്സ് കോൾ ബെല്ല് യൂസ് ചെയ്യാൻ പറയാം. എപ്പോഴാ? യൂറിന് ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ആ പാത്രം എടുക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് നേഴ്സിനെ വിളിക്കാനായിട്ട് നേഴ്സസ് കോൾ ബെല്ല് യൂസ് ചെയ്യണം. പിന്നെ രണ്ട് സൈഡിലും ബെഡിന്റെ കൈപ്പിടി വെക്കണം. പിന്നെ മെഡിക്കേഷൻസ് ഒക്കെ നല്ലോണം ചെക്ക് ചെയ്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് എടുക്കുക. പിന്നെ എല്ലാ ബോട്ടിലും കണ്ടെയ്നേഴ്സ് ഒക്കെ ലേബിൾ ചെയ്യുക. പിന്നെ മെഡിസിൻ സപ്ലൈ ലോക്ക് ചെയ്യുക, അത് മെഡിസിൻ സെക്യൂർ ചെയ്ത് വെക്കണം. വാർണിംഗ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് ഉള്ള വാർണിംഗ് സൈനുകൾ നമ്മൾ സൂക്ഷിക്കണം, നോക്കണം. ഓക്കെ, ഇനി സി ആണ് സേഫ്റ്റി ഇൻ ട്രാഫിക്. നമ്മുടെ യാത്രാ സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻസിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യൂലേ, കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അത് എടുക്കേണ്ടത്? കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ്. നമ്മളത് പേഷ്യൻസിനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സ്ട്രെച്ചറിൽ, വീൽ ചെയറിലൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ലേ? ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അത് എന്തൊക്കെ കാര്യങ്ങൾ, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? നോക്കിയേ, ഫസ്റ്റ് വൺ, വീൽ ബ്രേക്സ്. Locking wheel brakes to secure wheelchair on structure in place before loading or unloading a patient. Assisting a patient on and off the chair. ഇവിടെ നോക്കിയേ, വീൽ ബ്രേക്കുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ നമ്മള് ഈ സ്ട്രക്ചറിൽ നിന്നൊക്കെ പേഷ്യൻസിനെ വീൽ ചെയറിലേക്കൊക്കെ മാറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഇവിടെ വെച്ചു, വീൽ ചെയർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ അതിലേക്ക് പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആ സ്ട്രക്ചറോ വീൽ ചെയറോ തെന്നി പോകാം. അത് വീലല്ലേ, അല്ലേ? ഇങ്ങനെ ഉരുണ്ടു പോകുന്ന സാധനല്ലേ? അപ്പൊ അത് അങ്ങനെ ആകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക? വീൽ ബ്രേക്കുകൾ ഇടാം. വീൽ ചെയറിനുണ്ട് വീൽ ബ്രേക്ക് ഉണ്ട്. അപ്പൊ വീൽ ബ്രേക്ക് കണ്ടിട്ടുണ്ട് അല്ലെ? അതായത് വീൽ ബ്രേക്ക് അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവസാനം അനങ്ങൂല.
വീൽ ചെയർ അനങ്ങൂല, അനങ്ങാതെ നിൽക്കും. അപ്പൊ നമ്മൾ സുരക്ഷിതമായിട്ട് തന്നെ അവര് വീഴാതെ അല്ലെങ്കിൽ വീൽ ചെയർ ഒക്കെ മൂവ് ചെയ്യാതെ തന്നെ അവരെ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചറിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് പേഷ്യന്റ് ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും, പേഷ്യന്റിനെ സ്ട്രക്ചറിലേക്ക് കയറ്റുമ്പോഴും സ്ട്രക്ചറിൽ നിന്ന് ഇറക്കുമ്പോഴും ഒക്കെ ആ വീൽ ചെയറിന് വീൽ ബ്രേക്ക് ഇടുക. പിന്നെ അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ആൻഡ് ഓഫ് ദ ചെയർ, പിന്നെ ആ ചെയറിലേക്ക് നമ്മൾ പേഷ്യൻസിന് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ഒക്കെ ഒരു സഹായിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു സഹായം കൊടുക്കുക, കയറ്റാനും ഇറക്കാനും ഒക്കെ എന്ത് ചെയ്യുക, സഹായിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, വീൽ ബ്രേക്ക്. അത് ഓർത്ത് വെക്കുക കേട്ടോ, വീൽ ബ്രേക്സുകൾ നമ്മൾ ഇടണം. അടുത്തതാണ് സേഫ്റ്റി ബെൽറ്റ്. Safety belt to waist belt or side tail on structures to protect from falling while transporting. Safety belts. സേഫ്റ്റി ബെൽറ്റ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ വീൽ ചെയറിലൊക്കെ ആണെങ്കിലും നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എന്താ, ചില പേഷ്യൻസ് ചിലപ്പോ ഓർമ്മക്കുറവുള്ളവരുണ്ടാവും, ചിലപ്പോ കൈയൊക്കെ ശരിക്കും സ്ട്രെച്ചറിൽ ഇങ്ങനെ പിടിച്ച് മുറുക്കി പിടിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഇല്ലേ? അങ്ങനെയുള്ളൊരു എന്താ, അധികം വയസ്സായവര് അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ളവര്, അവരെയൊക്കെ നമ്മള് ഈ വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോൾ എന്താ പറയാ, ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലത്തേക്കൂടെ ഒക്കെ പോകാം. അപ്പൊ ചിലപ്പോ വേണമെങ്കിൽ അവര് എന്താ, ഇങ്ങനെ സെഡേഷനിൽ ഇരിക്കുന്നവര് ഒക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ വേണമെങ്കിൽ അറിയാതെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് മുൻനിർത്തി പോകാം, അല്ലെ? ഇങ്ങനെ വീണ് പോകാം കൊണ്ടുപോകുമ്പോ. അപ്പൊ അവര് ഫ്രണ്ടിലേക്കൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി ബെൽറ്റ് ഇടാം. ഒരു സൈഡിൽ നിന്ന്, ആ വീൽ ചെയറിന്റെ ഒരു സൈഡിൽ നിന്ന് ഇപ്പൊ സൈഡിലേക്ക് ഇങ്ങനെ നമ്മുടെ വട്ടം, കാറിനൊക്കെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടൂലേ, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വെക്കൂലേ, നമ്മുടെ എന്തിനാ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ആഞ്ഞു പോകാതിരിക്കാല്ലേ, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോഴൊക്കെ ഫ്രണ്ടിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ വീൽ ചെയറിൽ നിന്ന് പേഷ്യന്റ് ഫ്രണ്ടിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വട്ടത്തില് നമുക്കിങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ആ വീൽ ചെയറിൽ ഈ സേഫ്റ്റി ബെൽറ്റുകൾ ഇടാം. ഓക്കെ, എപ്പോഴാണോ നമ്മൾ ട്രാൻസ്പോർട്ടിങ് സമയത്ത് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴാണ്. സേഫ്റ്റി ബെൽറ്റ് or side tail or on structures to protect patient from falling while transporting. ട്രാൻസ്പോർട്ടിങ് സമയത്ത് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ പേഷ്യന്റ് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവര് ഫ്രണ്ടിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിക്കാം. ഇനി അടുത്ത നോക്കി, കാർസ്, സ്റ്റീൽ ചെയേഴ്സ്, സ്ട്രക്ചേഴ്സ്. കാർട്ട് എന്ന് വെച്ചാൽ വണ്ടികൾ. Push cart, steel chairs, structures slowly. Watch your way ahead of you. ഇനിയിപ്പോ നമ്മള് ഈ എന്തെങ്കിലും വണ്ടിയിലോ അല്ലെങ്കിൽ അവിടെ ഓക്കെ, അവിടെ വീൽ ചെയർന്നാക്കിക്കോട്ടോ, സ്റ്റീൽ ചെയർന്നല്ല, വീൽ ചെയർന്നാക്കി. സ്റ്റീൽ ചെയർ അല്ല കേട്ടോ, വീൽ ചെയർ. വീൽ ചെയർ, വീൽ ചെയറിലോ സ്ട്രക്ചറിലോ എന്തെങ്കിലും ഇതുപോലെയുള്ള ചെറിയ വണ്ടികളിലോ ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ പോകണം? നമ്മള് 100 അല്ലെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റോ? എങ്ങനെ പോകണം? സ്ലോലി, പതുക്കെ പോകണം. എങ്ങനെയാ? വാച്ച് യുവർ വേ ഹെഡ് ഓഫ് യു. നമ്മുടെ മുമ്പിലുള്ള വഴി നോക്കി പതുക്കെ പോവുക, അല്ലെ? സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒറ്റയടിക്ക് ഉന്തി കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെ? പേഷ്യൻസിന് കൊണ്ടുപോകുമ്പോ എന്താ, നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി ക്ലിയർ ആക്കി നമ്മൾ പതുക്കെ സ്ലോലി അവരെ കൊണ്ടുപോകണം. ഇത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. Push carts, wheelchairs, structures slowly. Watch your way ahead of you. നമ്മുടെ മുമ്പിലുള്ള വഴി നോക്കി നമ്മൾ പതുക്കെ സ്ലോലി പതുക്കെ കൊണ്ടുപോകണം. അടുത്ത് നോക്കിയേ, റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞ എന്താ? റാമ്പ്, RAMP, റാമ്പ്. റാമ്പ് ചെരിഞ്ഞ സ്ഥലം. റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം, ഇല്ലേ? പേഷ്യൻസിനെയൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ ഈ ഇങ്ങനെ വീൽ ചെയർ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാൻ കോണിപ്പടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെ? അവര് അതൊക്കെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ചെരിഞ്ഞ സ്ഥലമുണ്ട്, അല്ലെ? റാമ്പ് ഉണ്ട്. ഓക്കെ, കൺട്രോൾ സ്ട്രെച്ചേഴ്സ് ആൻഡ് വീൽ ചെയർ ഫ്രം ലോവർ സൈഡ് while going up or down a ramp. ആ റാമ്പിൽ കൂടെ
സ്ട്രക്ചറോ വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ എവിടെ നിന്ന് കൺട്രോൾ ചെയ്യണം? ഫ്രം ലോവർ സൈഡ്, താഴെ വശത്ത് നിന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഉന്തിക്കൊണ്ടൊക്കെ പോകുമ്പോഴേ നമ്മൾ താഴേന്ന്, അതെ മുകളിൽ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, താഴേന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യണം. നമ്മൾ അങ്ങനെയല്ല കൊണ്ടുപോകണത്. അവര് കൊണ്ടുപോകുമ്പോൾ താഴെ വശത്ത് നിന്ന്, ലോവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആർ ദി വീൽ ചെയർ ഫ്രം ലോവർ സൈഡ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ അത്. ലോവർ സൈഡ് while going up or down a ramp. റാമ്പിൽ കൂടെ കയറുമ്പോഴും റാമ്പിൽ കൂടെ ഇറങ്ങുമ്പോഴും വീൽ ചെയർ സ്ട്രക്ചർ ഒക്കെ താഴെ ലോവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. അടുത്തതാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? സിംഗിങ് ഡോർ, അതായത് തനിയെ തുറക്കുന്ന പോലെയുള്ള വാതിലുകളില്ലേ, തനിയെ തുറക്കുന്ന രീതിയിലുള്ള വാതിലുകള്. അതാണ് സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. ദീസ് ഡോർസ് ദാറ്റ് സിംഗ് ഇൻവേർട്സ് ആൻഡ് towards the room. ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് അത് പല ടൈപ്പ് ഉണ്ട് കേട്ടോ, പല തരത്തിലുണ്ട്. ഇപ്പൊ നമ്മള് സാധാ ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കണതുണ്ട്. പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോ തന്നെ അടഞ്ഞു പോണ രീതിയിലുള്ള വാതിലുകളുണ്ട്. പല ടൈപ്പ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മള് ഈ ടേക്ക് വെഹിക്കിൾ ത്രൂ എ സിംഗിങ് ഡോർ. വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീൽ ചെയറോ സ്ട്രക്ചറിലൊക്കെ പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അത് ഏരിയ കൂടെ കൊണ്ടുപോകണം. സാധാരണ ഡോറിൽ കൂടെ കൊണ്ടുപോകാൻ പാടില്ല. ഏതാ? സിംഗിങ് ഡോർ. ഈ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ നോക്കിയേ, ഇപ്പൊ നമ്മള് ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ വീൽ ചെയറിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുക. അപ്പൊ അവര് ആ പേഷ്യന്റിനെ പിടിക്കണം, ഡോറും തുറക്കണം. ഒരു കൈ കൊണ്ട് പേഷ്യന്റിനെ പിടിക്കണം, ഒരു കൈ കൊണ്ട് ഡോറും തുറക്കാം. അപ്പൊ എല്ലാ അപകടങ്ങളൊക്കെ വരാം അല്ലെ? അപ്പൊ പേഷ്യന്റ് പിടിച്ച് തന്നെ ആ ഡോറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ തുറക്കുന്ന രീതിയിലുള്ള വാതിലുകളാണ് ഈ സിംഗിങ് ഡോർ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മതി കേട്ടോ പോയിന്റ്. നെവർ റാം ത്രൂ എന്നുള്ളത് വേണ്ട, അത്രയും മതി. സിംഗിങ് ഡോർ, ടേക്ക് വെഹിക്കിൾ ത്രൂ എ സിംഗിങ് ഡോർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എഴുതി കൂടെ കോമൺ ഡോർ, ഓപ്പൺ ഡോർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ഓപ്ഷൻസ് ഉണ്ടാവാം. വാഹനങ്ങൾ എപ്പോഴും സ്ട്രക്ചറോ വീൽ ചെയറോ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴോ ഏത് ഡോറിൽ കൂടെ പോകണം? ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന രീതിയിലുള്ള വാതില് അതിൽ കൂടെ വേണം കൊണ്ടുപോകാനായിട്ട്. എന്തിനാ? പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ. അല്ലാതെ റാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് ചെരിഞ്ഞ സ്ഥലമാണ് റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം. ഓക്കെ, അത്രയും മതി ആ പോയിന്റ്. ടേക്ക് വെഹിക്കിൾ ത്രൂ എ. അത് പറഞ്ഞ് ആ പോയിന്റിന്റെ ഇത്രയും മതി. ബാക്കി അവിടെ വെട്ടിക്കളഞ്ഞു, അതിന്റെ ആവശ്യമില്ല. സിംഗിങ് ഡോർ എന്നുള്ളത് ടേക്ക് വെഹിക്കിൾ ത്രൂ എ സിംഗിങ് ഡോർ. ഡോറിൽ കൂടെ പോകുക, അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തുറക്കുന്ന രീതിയിലുള്ള ഡോറിൽ കൂടെ വേണം പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റ് അവിടെ നിർത്തിയിട്ട് കൈ കൊണ്ട് വാതിലൊക്കെ തുറന്നു പോകാൻ പറ്റുമോ? അവർക്ക് പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് ഇപ്പൊ സ്ട്രക്ചറിലാണെങ്കിൽ പേഷ്യന്റ് മുറുക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ആ ഡോറിന്റെ അടുത്ത് ചെല്ലുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാലോ. ഓക്കെ, അത്. ഇനി നോക്കിയേ, എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞ എന്താ? എലിവേറ്റർ ലിഫ്റ്റ് ആണ് കേട്ടോ. ലിഫ്റ്റിനാണ് എലിവേറ്റർ എന്ന് പറഞ്ഞത്. ലിഫ്റ്റിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് എലിവേറ്റർ. Before entering or leaving an elevator with a wheelchair or structure, make sure that the floor is at level. ഒന്നാമത്തെ കാര്യം എന്താ? നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മള് ഈ ലിഫ്റ്റിൽ കയറുമ്പോ നമ്മളൊപ്പം പേഷ്യന്റിനെ കയറ്റാം അല്ലെ. സ്ട്രക്ചറിലൊക്കെ ഉള്ള വീൽ ചെയറിലുള്ള പേഷ്യൻസ് നമ്മുടെ കൂട്ടത്തിൽ കയറ്റാം. നിങ്ങളുടെ കൂടെ അങ്ങനെ നിങ്ങൾ ലിഫ്റ്റിൽ പോകുമ്പോ അങ്ങനെ നമ്മള് പേഷ്യൻസിന്റെ ഒപ്പം നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടോ? സ്ട്രക്ചറിലോ വീൽ ചെയറിലോ ഒക്കെ കൊണ്ടുപോകുന്ന പേഷ്യന്റിന്റെ ഒപ്പം പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളത് അത്ര അങ്ങനെ ശ്രദ്ധിക്കില്ല അല്ലെ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. എന്താ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം? നമ്മൾ ആ പേഷ്യന്റിനെ നമ്മൾ ആ ലിഫ്റ്റിലേക്ക് കയറ്റുമ്പോൾ എന്താ ലിഫ്റ്റും ഫ്ലോറും എന്താ നിരപ്പിലാണ് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ ലിഫ്റ്റ് പൊങ്ങി നിൽക്കുകയാണ്,
അല്ലെങ്കിൽ ലിഫ്റ്റ് താഴെ നിൽക്കുവാണെങ്കിൽ പേഷ്യന്റ് നമുക്ക് പതുക്കെ ഓടിച്ച് അങ്ങോട്ട് കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റൂല അല്ലെ? വീൽ ചെയറിൽ വരുമ്പോ അത് ഒറ്റ തിരിപ്പിലാണെങ്കിലാണ് നേരെ നമുക്ക് തള്ളി അതിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ, ലിഫ്റ്റിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ അവിടെ ശ്രദ്ധിക്കേണ്ടത്? ബിഫോർ എൻട്രിങ് ഓർ ലീവിങ് എ വീൽ ചെയർ ഈ നമ്മുടെ ഈ എലിവേറ്ററിലേക്ക് പേഷ്യന്റിനെ അല്ലെങ്കിൽ ലിഫ്റ്റിലേക്ക് പേഷ്യന്റിനെ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ അവരെ ഇറക്കുമ്പോഴോ വീൽ ചെയർ ഓർ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? മേക്ക് ഷുവർ ദാറ്റ് ദ ഫ്ലോർ ഈസ് അറ്റ് ലെവൽ, ഫ്ലോർ ലെവൽ തന്നെ ആയിരിക്കണം. രണ്ടും ഒപ്പം, എലിവേറ്ററും നമ്മുടെ ഫ്ലോറും ഒറ്റ നിരപ്പായിരിക്കണം. എന്നാലേ സ്മൂത്ത് ആയിട്ട് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, ദ വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്, വീൽ ചെയർ ബാക്കിന്ന് കയറ്റണം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. ഇനി നമ്മൾ പോകുമ്പോ എങ്ങനെയാ അവര് എങ്ങനെ കയറ്റാ? നേരെ ഉന്തി അങ്ങനെയാണ് കയറ്റാ. അവിടെ വരെ നമ്മൾ വീൽ ചെയറിൽ ഒരു പേഷ്യന്റിനെ ഇരുത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അവിടെ വരെ നേരെ അവര് കൊണ്ടുവരും അല്ലെ? ആ കൈ പിടിച്ച് നേരെ ഉന്തി അവിടെ എത്തുന്നില്ല, നേരെ തിരിക്കും. പേഷ്യന്റിനെ ആ ലിഫ്റ്റിന്റെ അടുത്ത് എത്തുന്ന വരെ സാധാരണ രീതിയിൽ തള്ളിക്കൊണ്ട് വന്നിട്ട് ആ ലിഫ്റ്റിലേക്ക് കയറ്റാൻ നേരത്ത് അവരെന്ത് ചെയ്യും? വീൽ ചെയർ തിരിക്കും. എന്നിട്ട് അവരെ ബാക്കിന്ന് വലിച്ചു കയറ്റണേ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് നേരെ ബാക്കിന്ന് വലിച്ചേറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കിന്നാണ്. അതും ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. The wheelchair is always back first. അതായത് അവര് ആദ്യം കയറും. ഓക്കെ, ശരി. അവര് നമ്മൾ കൊണ്ടുപോകുന്ന അറ്റൻഡർ ആദ്യം അതിലേക്ക് കയറ്റിയിട്ട് എന്ത് ചെയ്യും? നേരെ വീൽ ചെയർ തിരിച്ചു വെക്കും. എന്നിട്ട് ആ കൈപ്പിടി വന്ന സ്ഥലമില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിയിട്ടാണ് അവര് വലിച്ചു കയറിയിട്ടുണ്ട്. അതായത് പേഷ്യന്റ് ഇരിക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലേക്ക് കസേരയിൽ ഇരിക്കൂലേ, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കാണ് അവരുടെ കാല് വരുന്ന രീതിയിൽ തന്നെ അവര് ബാക്കിന്നാണ് വലിച്ച് ആ ലിഫ്റ്റിലേക്ക് കയറ്റുന്നത്. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കാട്ടോ, അങ്ങനെയാണോ അവര് കയറ്റണേന്ന്. അല്ല നേരെ ഉന്തിക്കൊണ്ട് വന്ന് ആ പൊസിഷനിൽ തന്നെ അങ്ങോട്ട് ലിഫ്റ്റിലേക്ക് കയറ്റിയല്ല ചെയ്യുന്നത്. ലിഫ്റ്റിന്റെ അവിടെ വരെ സാധാരണ രീതിയിൽ കൊണ്ടുവന്നിട്ട് ലിഫ്റ്റിന്റെ അടുത്ത് എത്തി നമ്മൾ നിൽക്കുമ്പോൾ ആ വീൽ ചെയർ നേരെ തിരിക്കും. എന്നിട്ട് ബാക്കിന്ന് അവര് വലിച്ചു കയറ്റുന്ന പേഷ്യൻസിന്. ഇത് പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്, ബാക്കിൽ നിന്നാണ് കയറ്റുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ട്രാൻസ്പോർട്ടിങ്. Transport patient feet first, have an assistant guide at first front. ഇനി പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോഴോ, ഇപ്പൊ സ്ട്രക്ചറിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുകയാണ്. എങ്ങനെയാ കൊണ്ടുപോകണേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? എങ്ങനെയാ? ആദ്യം ഇപ്പൊ നേരെ ഇങ്ങനെ കിടത്തി ഒരു ആളെ കൊണ്ടുപോവുക. നമ്മളിപ്പോ ഒരു റൂമിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ സ്ട്രക്ചറിൽ ഒരു പേഷ്യന്റിനെ കിടത്തി അവര് നേരെ റൂമിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എവിടെ നിന്നാണ് അവര് അസിസ്റ്റ് ചെയ്യുന്നത്? അവരെവിടെ നിന്നാണ് അത് വയ്ക്കുന്നത്? അവര് നിൽക്കുന്നത് എവിടെയായിരിക്കും? ആ തലയുടെ ഭാഗത്തായിരിക്കും. അതായത് കാല് ഫ്രണ്ടിൽ വരുന്ന രീതി, തലയുടെ ഭാഗത്ത് അവര് നിൽക്കുന്നത് അല്ലെ? കാലാണ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ അവർ തള്ളിക്കൊണ്ട് പോണേ. ഇപ്പൊ ഒരാളൊക്കെ ഉള്ളോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ ഒരു അസിസ്റ്റന്റ് ഒരാളുണ്ടാവും, ഗൈഡ് ഉണ്ടാവും. അതായത് നമ്മളിപ്പോ ആൾക്കാരൊക്കെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ അവരെ മാറ്റണ്ടേ, അവര് മാറ്റി നിർത്താനൊക്കെ വേണ്ടിയിട്ട് ഒരാൾ ഫ്രണ്ടില് അത് കണ്ടോ, അസിസ്റ്റന്റ് ഗൈഡ് അറ്റ് ഫ്രണ്ടിൽ ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഉണ്ടായിരിക്കും. പിന്നെ അവരെ കൊണ്ടുപോകുമ്പോഴെപ്പോഴും കാലായിരിക്കും ഫ്രണ്ടില്. എന്താ അങ്ങനെ? ആ തലവശം ആദ്യം വരുന്ന രീതിയിൽ തള്ളിക്കൊണ്ടുപോയാ പോരെ? എന്തിനാണ് ട്രാൻസ്പോർട്ടേഷൻ ഫീറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞേക്കണേ? ട്രാൻസ്പോർട്ടേഷൻ ഫീറ്റ് ഫസ്റ്റ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? കാൽവശം ഫ്രണ്ടിൽ പോണം. എന്തുകൊണ്ടാ അങ്ങനെ പറയണേ? സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. കാര്യം അസിസ്റ്റന്റ് ഗൈഡ് ഫ്രണ്ടിലുണ്ട് എന്ന് പറഞ്ഞു, എങ്കിലും തലയൊക്കെയാണ് ആദ്യം ഫ്രണ്ട് വശത്ത് നിൽക്കണമെങ്കിൽ വല്ല ഇടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് എന്താ കാലുവശം ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ കാല് ഫ്രണ്ടിൽ വരുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യാ അവരെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സ്ട്രക്ചറിലൊക്കെ കേൾപ്പെടുത്തി പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ
ചെരിഞ്ഞ പ്രതലത്തിൽ സ്ലിപ്പാകും. ഓക്കെ, അത് മെസ്സേജ് എഴുതി ഇടാനുള്ള താമസമായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോന്ന് അറിയണ്ടേ, അത് കാരണം. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോഴൊരു ഒരു കൺട്രോൾ കിട്ടുന്ന രീതിയിലും പിന്നെ ആ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് കാൽവശം ഫ്രണ്ടിലേക്ക് വരുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കി അറിയാം. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ? ഇനിയും ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എപ്പോഴും അവര് തലവശം ആയിരിക്കും, തലവശ ഭാഗത്ത് നിന്നായിരിക്കും അവര് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പാർക്കിംഗ് ആണ്. Park the wheelchair or structure out of the way of traffic at one side of corridors. ഇനി ഇത് എവിടെ പാർക്ക് ചെയ്യണം? വീൽചെയർ സ്ട്രക്ചർ ഒക്കെ തോന്നിയ മാസം എവിടെയെങ്കിലും കൊണ്ടുവന്നിടാൻ പറ്റുമോ? എവിടെ വെക്കണം? ഔട്ട് ഓഫ് ദ വേ ഓഫ് ട്രാഫിക്. ആളുകൾ പോകുന്ന വഴിയിലൊന്നും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഇടാനായിട്ട് എവിടെയാ? ആ കോറിഡോർസിന്റെ ഒരു സൈഡില് വീൽചെയർ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അല്ലേ? വൺ സൈഡ് ഓഫ് ദ കോറിഡോർസ്. കോറിഡോർസിന്റെ ഒരു സൈഡില് ഇങ്ങനെ ആവശ്യം കഴിയുമ്പോൾ തന്നെ അവർ ആ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുവന്ന് ആ മൂലക്ക് ഒതുക്കി വെക്കും. അല്ലാതെ ആളുകൾ പോണ വഴിയിലൊന്നും ഈ സ്ട്രക്ചറോ വീൽ ചെയറോ ഒന്നും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പാടില്ല. അത്രയാണ് സേഫ്റ്റി ഇൻ ട്രാഫിക്കിൽ വരുന്നത്. സേഫ്റ്റി ഇൻ ട്രാഫിക് ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആവാത്തുണ്ടോ നോക്കിയേ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് തന്നെ. ലിഫ്റ്റിനെ തന്നെ പറയുന്ന കേട്ടോ എലിവേറ്റർ. ലിഫ്റ്റ്. റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലം. സ്വിംഗിങ് ഡോർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന രീതിയിലുള്ള വാതിലുകൾ. ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നാമത് നമ്മള് വീൽ ബ്രേക്കാ പറഞ്ഞത്. വീൽ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീൽ ചെയറിൽ നിന്ന് സ്ട്രക്ചറിലേക്കൊക്കെ പേഷ്യന്റിന് കെയർ ചെയ്യുമ്പോൾ ആ വീൽ ചെയർ ഉരുണ്ട് പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീൽ ബ്രേക്ക് ഇടാം. വീൽ ചെയറിൽ ബ്രേക്ക് ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വീൽ ചെയർ അനങ്ങാതെ നിന്നോളൂ പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടി. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സേഫ്റ്റി ബെൽറ്റുകൾ. പട്ടത്തിൽ നമ്മൾ കാറിനൊക്കെ സീറ്റ് ബെൽറ്റ് ഇടൂലേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി? അതുപോലെ സ്ട്രക്ചറിനൊക്കെ ചിലപ്പോ പിടിച്ചിരിക്കാൻ പറഞ്ഞ് ചിലപ്പോ പിടിക്കാൻ കൈക്ക് ബലമില്ലാത്തവരായിരിക്കും, ചിലപ്പോ ഓർമ്മക്കുറവുള്ളവരായിരിക്കും, സുബോധമുള്ളവരായിരിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ പ്രത്യേകിച്ച് സീറ്റ് ബെൽറ്റ് ഇടണം. അവർക്ക് തന്നെ പിടിച്ചിരിക്കാനൊക്കെ പറ്റില്ലാത്തവരാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോൾ അവർ ചിലപ്പോ ഫ്രണ്ടിലേക്ക് കാഞ്ഞു പോകാം, വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ബെൽറ്റ് ഇട്ട് സുരക്ഷിതമായിട്ട് അവരെ ബെൽറ്റ് ഇടണം, എന്നിട്ട് അവരെ കൊണ്ടുപോകണം. പിന്നെ അടുത്തത് എന്താണ്? കാർട്ട്, വീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ്. ഇതൊക്കെ നമ്മൾ പതുക്കെ കൊണ്ടുപോകണം. ഒറ്റയടിക്ക് ഒറ്റ സ്പീഡിൽ ഓടിച്ചു കൊണ്ടുപോകാൻ പാടില്ല. നമ്മുടെ ഫ്രണ്ടിലുള്ള വഴി നോക്കി ക്ലിയർ ആക്കി പതുക്കെ കൊണ്ടുപോവുക. പിന്നെ ചെരിഞ്ഞ സ്ഥലം. റാമ്പ് എന്ന് പറഞ്ഞ ചെരിഞ്ഞ സ്ഥലം. സ്ട്രക്ചറും വീൽ ചെയറും നമ്മൾ റാമ്പിക്കടെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും എപ്പോഴും താഴെ വശത്ത് നിന്ന് ലോവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഏത് ഡോറിൽ കൂടെ പോകണം? സ്വിംഗിങ് ഡോർ. ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുന്ന രീതിയിലുള്ള വാതിലിൽ കൂടെ പോകണം. പിന്നെ അടുത്തതാണ് എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ആണ്. ലിഫ്റ്റിൽ കയറ്റുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? ലിഫ്റ്റും ഫ്ലോറും ഒറ്റ നിരപ്പാക്കണം. നിരപ്പായതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിനെ ലിഫ്റ്റിലേക്ക് കയറ്റാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് വീൽ ചെയർ ഈസ് ഓൾവേസ് ബാക്ക് ഫസ്റ്റ്. ബാക്കിൽ നിന്ന് വേണം കയറ്റാനായിട്ട്. പിന്നെ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ വേണം? അവർക്കുടെ കാല് ഫ്രണ്ടിൽ വരുന്ന രീതിയിലായിരിക്കണം കൊണ്ടുപോകാൻ. പിന്നെ ഫ്രണ്ടിൽ ഒരു അസിസ്റ്റന്റ് ഗൈഡും ഉണ്ടായിരിക്കണം. പിന്നെ വീൽ ചെയറോ സ്ട്രക്ചറോ പാർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ്? നമ്മുടെ ട്രാഫിക്കിന്റെ അവിടെ അല്ലെങ്കിൽ പൊതുവഴിയിലൊന്നും കൊണ്ടുവന്ന് ആളുകൾ നടക്കുന്ന സ്ഥലത്ത് ഒന്നും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യരുത്. അതെപ്പോഴും ഒതുങ്ങി കോറിഡോർസിന്റെ ഒരു സൈഡിൽ പാർക്ക് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇന്ന് ഉറങ്ങുവാണോ? അവിടെ ഉറങ്ങാണോ? ചോറൊക്കെ കഴിച്ച് ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കണ്ടോ? ഓക്കെ, ഉറങ്ങാണെന്നാണോ തമ്പിട്ടത്? അല്ല അല്ലെ? ഉറങ്ങാനുള്ള ഇല്ല, കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനത്തെ ക്ലാസ് ആയതുകൊണ്ടേ ക്ലിയർ ആയി അല്ലേ? ഓക്കെ, ചെറിയൊരു ചാപ്റ്റർ ആണ്, നല്ല രസമില്ലേ? എന്തൊക്കെ കാര്യം നമുക്ക് അറിയില്ലാത്തതും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും അതിനകത്ത് പറയണേ. നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല അല്ലെ? ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ.
സേഫ്റ്റി എഗണസ്റ്റ് ട്രിപ്പ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. ഇനി ട്രിപ്പ് ആവാതെ, നമ്മൾ തെന്നിപ്പോകാതെ, വീഴാതെ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങൾ നമുക്ക് എടുക്കാം, സേഫ്റ്റി മെഷേഴ്സ് എടുക്കാം. ഇത് ഹോസ്പിറ്റലിൽ മാത്രമല്ല, നമ്മളല്ലാതെ വീടുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു വട്ടമെങ്കിലും വീഴാത്തവരുണ്ടാവില്ല അല്ലെ? ചെറുപ്പത്തിലെ മുതല് ഇത്രയും നാളായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വീണിട്ടുണ്ടാവും, തെന്നി വീണിട്ടുണ്ടാവാം അല്ലെ, സ്ലിപ്പായി വീണിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മള് വീഴാതിരിക്കാതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, എന്തൊക്കെ സേഫ്റ്റിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സേഫ്റ്റി എഗൈൻസ്റ്റ് ട്രിപ്സ് ആൻഡ് ഫോൾസ്. Gather up the little things on floor like banana peeling. Banana peeling എന്താ? banana peeling പഴത്തൊണ്ട് അല്ലെ, പഴത്തിന്റെ തൊണ്ടില്ലേ അത്. ഫ്ലവർ പെറ്റൽസ്, പൂവിന്റെ പെറ്റല്, ഇതളുകള്. ഫ്ലവർ പെറ്റൽസ്, പൂവ് ഇതളുകള്. പെൻസിൽസ്, പെൻസിലുകള്. ബ്രോക്കൺ ഗ്ലാസസ്, പൊട്ടിപ്പോയ ഗ്ലാസുകള്. ഇതെല്ലാം നമുക്ക് വീഴാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാ അല്ലെ? പഴമൊക്കെ തിന്നിട്ട് തൊണ്ട അവിടെ കിടക്കുകയാണെങ്കിൽ അത് ആ തൊലിയിൽ ചവിട്ടി നമ്മൾ സ്ലിപ്പായി പോകാം. പൂവിന്റെ പെറ്റലൊക്കെ എടുക്കുകയാണെങ്കിൽ വഴുവഴുപ്പുള്ളതല്ലേ, അപ്പൊ അതിൽ തട്ടി നമ്മൾ സ്ലിപ്പാവാൻ പോകാം. അപ്പൊ ഇതെല്ലാരും നമുക്ക് വീഴാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മള് അത് ഒതുക്കി അല്ലെങ്കിൽ ഗ്യാദർ ശേഖരിക്കുക. ഇതെല്ലാം നമ്മള് ക്ലീൻ ആക്കി വെക്കണം. ഫ്ലോറിൽ ഇതൊന്നും ഇടാനൊന്നും പാടില്ല അല്ലെ? ഒരു വട്ടം പിള്ളേര് എഴുതിയിട്ട് പെൻസിൽ വേണമെങ്കിൽ വെറുതെ വലിച്ചെറിഞ്ഞിടാം. അതിങ്ങനെ റൗണ്ടായിട്ട് കിടക്കണോണ്ട് നമ്മൾ അറിയാതെ ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ പെൻസിൽ ചവിട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും വീണിട്ടുണ്ടോ? പെൻസിലിൽ കയറി ചവിട്ടി വീണിട്ടുണ്ടോ? പിള്ളേരൊക്കെ ഉള്ള വീട്ടില് അല്ലെ? പിള്ളേരൊക്കെ എഴുതിയിട്ടൊക്കെ ചിലപ്പോ വേണമെങ്കിൽ ബോക്സിൽ ഇടാതെ തന്നെ വെറുതെ വേണമെങ്കിൽ താഴെയൊക്കെ നിരത്തിയിടാം. അപ്പൊക്കെ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലും അങ്ങനെ വീണിട്ടുണ്ടോ? യെസ്. ഞാൻ ഓർത്തിന് ആരും അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് ഷാഹിന ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതേ നേരെ അനുഭവമുള്ള ആളുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊന്നും പഴത്തിന്റെ തൊലിയിലാണെങ്കിലും ഫ്ലവറിന്റെ പെറ്റൽസ് ഇതളുകളിലാണെങ്കിലും പെൻസില്, ബ്രോക്കൺ ഗ്ലാസസ്, ഇതൊക്കെ നമുക്ക് വീഴാൻ ചാൻസ് ഉള്ള വസ്തുക്കളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ നിരത്തിയിടാതെയൊക്കെ സൂക്ഷിച്ച് വെക്കുക. രണ്ടാമത് നോക്കി, ക്ലീൻ ലിക്വിഡ് സ്പിൽ ഇൻസ്റ്റന്റ്ലി ബ്ലോ ഓഫ് ആൻ ഏരിയ അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻഡ്. ക്ലീൻ ലിക്വിഡ് സ്പിൽ. ഇപ്പൊ നമ്മള് ലിക്വിഡുകൾ എന്തെങ്കിലും കറയില്, ഓയിലാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സോപ്പ് ഓയില്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മള് തറയിൽ വീഴുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റ്ലി, തൽക്ഷണം എന്ത് ചെയ്യണം? ബ്ലോക്ക് ഓഫ് ആൻ ഏരിയ അണ്ടിൽ ഇറ്റ് ഈസ് ക്ലീൻഡ്. അത് ക്ലീൻ ആക്കുന്നത് വരെയും ആ ഏരിയ ബ്ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ തടസ്സമാക്കി വെക്കണം. അതൊക്കെ നമ്മൾ വൃത്തിയാക്കിയതിനു ശേഷം മാത്രം അതിൽ കൂടെ ആളുകൾക്ക് നടക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ. അത് അടുത്തൊരു കാര്യമാണ് നമ്മുടെ സേഫ്റ്റിക്ക്. തറയിൽ വരുന്ന ഓയിലൊക്കെ വീട് കടന്നാൽ ഉടനെ തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യണം. ആ ക്ലീൻ ചെയ്യുന്നത് വരേക്കും ഇനി വേറെ ആരും അതിൽ കൂടെ നടന്ന് വീഴാതിരിക്കാൻ വേണ്ടി ആ ഏരിയ ബ്ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അവിടെ അടച്ചു വെക്കണം. അപ്പൊ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ അതിൽ കൂടെ നടക്കാൻ പാടുള്ളൂ. തറയിലൊക്കെ ഓയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ തെന്നി വീഴും ചാൻസ് ഉണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. അത് നമ്മൾ എന്താ പറയാ, ഞാൻ ഇനി വന്നൊരു വീഴ്ത്തേന്ന് വിചാരിക്കോ? എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം വീണു, ഇനി വന്നൊരു കുറച്ച് വീഴ്ത്തേന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് എന്തായാലും പറ്റിപ്പോയി, നമ്മൾ വീണ്ടും പോയി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോന്നാവോ? എന്തായാലും എന്ത് ചെയ്യണം? നമ്മള് ആ ഏരിയ ബ്ലോക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം അതിൽ കൂടെ നടക്കാനൊക്കെ അനുവദിക്കുക. ഇനി അടുത്ത് നോക്കിയേ, കീപ് ഡ്രോയേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ഡോർസ് ക്ലോസ്ഡ്, എസ്പെഷ്യലി ഡോർസ് ഓഫ് വാൾ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്സ്. കീപ് ഡ്രോയേഴ്സ് ആൻഡ് ക്യാബിനറ്റ് ഡോർസ് ക്ലോസ്ഡ്. ഡ്രോയറുകൾ ഇരിക്കില്ലേ, മേശയുടെയൊക്കെ ഡ്രോയറുകള്, ക്യാബിനറ്റ്സ്. നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനും കുറെ തട്ടുകളൊക്കെ ഉണ്ട് അല്ലെ? അതിന്റെ ഡോറൊക്കെ നമ്മൾ തുറന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തലയിടിക്കാൻ ചാൻസ് ഉണ്ട് അവിടെയൊക്കെ. പ്രത്യേകിച്ചും എസ്പെഷ്യലി ഡോർ ഓഫ് വാൾ ഓവർഹെഡ് മൗണ്ടഡ് ക്യാബിനറ്റ്സ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചേക്കുന്ന ആ ഡ്രോയറുകള്, അല്ലെങ്കിൽ മുകളിലുള്ള ഡ്രോയറുകള്, നമ്മൾ എന്തെങ്കിലും മുകളിൽ സാധനങ്ങളൊക്കെ വെക്കൂലേ,
ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടല്ലേ നമ്മുടെ വീട്ടിലൊക്കെ. അപ്പൊ അതിപ്പോ ഹോസ്പിറ്റലിലാണെങ്കിലും മുകളിലൊക്കെ സാധനങ്ങൾ വെക്കാൻ മുമ്പിലൊക്കെ മുകളിലെ ഷെൽഫുകളില്ലേ, അപ്പൊ അതിന്റെ ഒക്കെ ഡോറ് തുറന്നിടാൻ പാടില്ല. അപ്പൊ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ തല ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ അടച്ചിടണം. പ്രത്യേകിച്ച് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതാണെങ്കിൽ. മനസ്സിലായോ? Keep drawers and cabinet doors closed, especially those of wall overhead mounted cabinets. Clear അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ തലയുടെ മുകളിലോ അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ക്യാബിനറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് നമ്മൾ അടച്ചിടണം. ഇനി beware of electric cords. You may easily place them out of the way. Beware of electric cords. Beware എന്ന് വെച്ചാൽ സൂക്ഷിക്കുക. ഇലക്ട്രിക് വയറുകൾ സൂക്ഷിക്കുക. ഇലക്ട്രിക് വയറുകൾ സൂക്ഷിക്കുക. യു മേ ഈസിലി ട്രിപ്പ്. നമ്മൾ ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അല്ലെ? യു മേ ഈസിലി ട്രിപ്പ്. നമ്മള് ഈസി ആയിട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. വയറൊക്കെ വെറുതെ വയറൊക്കെ വലിച്ചിട്ടാണെങ്കിൽ നമ്മൾ തട്ടി വീഴൂലേ അല്ലെ? ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക് പണിയൊക്കെ വീട്ടിൽ നടക്കാണ്, അവിടെ എവിടെയൊക്കെ വയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിച്ചു മക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾ തട്ടി വീഴാം അല്ലെ? ആ വയറിൽ തന്നെ തട്ടി വീഴാം. അപ്പൊ അത് ഇലക്ട്രിക് കോഡുകള്, ഇലക്ട്രിക് വയറുകളൊക്കെ സൂക്ഷിക്കുക. പ്ലേസ് ദം ഔട്ട് ഓഫ് ദ വേ. അത് നമ്മുടെ വഴിയുടെ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന വഴിയിൽ നിന്ന് അത് മാറ്റി വെക്കുക. അതില് നമ്മൾ ഈസി അതിൽ തട്ടി പെട്ടെന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. Place them out of the way. Place them out of the way. Okay. ഇനി അടുത്ത നോക്കിയേ. Do not use fingers to collect broken glasses. ഇനി എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ താഴെ വീണ് പൊട്ടിപ്പോയാൽ നമ്മൾ പെട്ടെന്ന് അത് പറക്കിയെടുക്കും അല്ലെ? അതെന്ത് നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് അത് പറക്കിയെടുക്കാൻ പാടില്ല. നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് അല്ലെ? പൊട്ടിപ്പോയ ഗ്ലാസ് ഒക്കെ നമ്മൾ കൈ കൊണ്ട് നേക്കഡായിട്ട് നമ്മൾ കയ്യിലൊന്നും ഇടാതെ ഒക്കെ നമ്മള് പറക്കിയെടുത്താൽ നമുക്കത് മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. എന്തുപയോഗിക്കണം നമ്മൾ അവിടെ? യൂസ് എ ബ്രഷ് ഓർ പാൻ ഇൻസ്റ്റഡ്. അതിന് പകരം ആ ഗ്ലാസ് പറക്കിയെടുക്കാൻ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം പാൻ ഒരു നമ്മള് എന്തെങ്കിലും ഒരു പാത്രത്തിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നേരെ കൈ കൊണ്ട് എടുക്കാതെ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് കളക്ട് ചെയ്യുക, ശേഖരിച്ചെടുക്കുക. Okay, do not use fingers to collect broken glasses. Use a brush or pan instead. ഇനി അടുത്ത് നോക്കിയേ. Take one stair at a time. ഇനി സ്റ്റെപ്പ് ഒക്കെ കയറുമ്പോ നമുക്ക് സമയമില്ല അല്ലെ? ചിലപ്പോ ആണെങ്കിൽ 2 സ്റ്റെപ്പ് ഒക്കെ വീതം കയറാമോ? 2 സ്റ്റെപ്പ് വീതം ചാടി കയറി എപ്പോ താഴെ കിടന്നൊന്ന് വെച്ചാൽ മതി അല്ലെ? എങ്ങനെ കയറണം നമ്മള്? Take one stair at a time. ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് മാത്രം പതുക്കെ ചവിട്ടി നമ്മൾ കയറണം. Take one stair at a time. Okay. Always use handrails while walking up or down the stairs. നമ്മുടെ സ്റ്റെയറിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. കൈപ്പിടിയില്ലേ നമ്മുടെ സ്റ്റെയറിന് 2 വശത്തും? ഇതിനു വേണ്ടിയാ വെച്ചേക്കണേ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ നമ്മള് കൈപ്പിടിയിൽ പിടിച്ച് പതുക്കെ ഓരോ സ്റ്റെപ്പും ചവിട്ടി തന്നെ കയറണം. നമുക്ക് തിരക്കില്ലാത്തപ്പോ ഹാൻഡ് റെയിലൊന്നും പിടിക്കാനായിട്ട് ഓടിച്ചാടിയൊക്കെ കയറും. പക്ഷെ നമ്മള് താഴെ തട്ടിയൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സ്റ്റെപ്പ് ഒക്കെ കയറുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കാതെ കയറുന്നവരൊക്കെ ഉണ്ടാകാം. എങ്കിലും നമ്മളുടെ സുരക്ഷിതത്വം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്ത് ചെയ്യണം? ഒരു സ്റ്റെയർ മാത്രമേ ഒരു സമയം കയറാമുള്ളൂ. പിന്നെ സ്റ്റെയറിൽ നമ്മൾ മുകളിൽ കയറുമ്പോഴോ സ്റ്റെയറിൽ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ അവിടെ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം, കൈപ്പിടി ഉപയോഗിക്കണം. അടുത്ത് നോക്കിയേ. Place objects carefully overhead. Objects which are kept carelessly may drop and hurt people. നോക്കിയേ. Place object carefully. Place objects carefully. അതായത് സാധനങ്ങള് നമ്മള് വളരെ ശ്രദ്ധിച്ച് തന്നെ വെക്കണം. Okay. Overhead objects which are kept carelessly may
ഡ്രോപ്പ് ആൻഡ് ഹർട്ട് പീപ്പിൾ. ഇനി തലയ്ക്ക് മുകളിലുള്ള സാധനങ്ങള് അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുമ്പോൾ നമ്മളിപ്പോ ഷോക്കേസില് മുകളില് പൊട്ടണ ഒരു ഗ്ലാസിന്റെ സാധനം എടുത്തു വെച്ചാൽ ആരും ചേർന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ നമ്മള് കൈ കൊണ്ടിട്ടോ എങ്ങനെയെങ്കിലും താഴെ വീഴാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇപ്പൊ മുകളിൽ വെക്കുന്ന വസ്തുക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് തന്നെ താഴേക്ക് വീഴാത്ത രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ വെക്കുക. അല്ലെങ്കിലോ അത് താഴെ വീണ് പൊട്ടി ആളുകൾക്ക് മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി, ഓവർഹെഡ് ഒബ്ജക്ട് കെയർഫുള്ളി. അവിടെ വേണേ ഒരു ഫോം ഇട്ടോ, ഫോം ഇട്ടോ. പ്ലേസ് ഒബ്ജക്ട്സ് കെയർഫുള്ളി. Overhead objects which are kept carelessly may drop and hurt people. അപ്പൊ മുകളിലുള്ള വസ്തുക്കള് നമ്മൾ ശ്രദ്ധയില്ലാതെ വെച്ച് കഴിഞ്ഞാല് താഴെ വീണ് ആളുകൾക്ക് മുറിവ് പറ്റാൻ ചാൻസ് ഉണ്ട്. പോയിന്റ്സ് ക്ലിയർ ആയോ നോക്കിയേ? സേഫ്റ്റി അഗൈൻസ്റ്റ് ട്രിപ്പ് ആൻഡ് ഫോൾസ് എല്ലാ പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. പറയണ്ടല്ലോ ഇനി. ഇനി അടുത്ത് നോക്കി, ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? കുഞ്ഞു കുഞ്ഞു പോയിന്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി പറയണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഇനി ഇലക്ട്രിക് കാര്യങ്ങള് ഇത് നമ്മൾ പറയൂലേ, ഇലക്ട്രിസിറ്റിയോട് കളിക്കാൻ പാടില്ല, കറണ്ടിൽ കളിക്കാൻ പാടില്ല എന്ന് പറയൂ അല്ലെ? അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല നമ്മുടെ വീടുകളിലും നമ്മൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതാണ്, ഇലക്ട്രിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞേക്കണേ. സേഫ്റ്റി ഇൻ ഇലക്ട്രിക് ഗുഡ്സ്. ഓക്കെ, prevent wetness near switches, wiring, appliances. Appliances ഉപകരണങ്ങൾ എന്ത് പാടില്ല? പ്രിവെന്റ് വെറ്റ്നസ്, ഈർപ്പം പാടില്ല, ഈർപ്പം തടയണം. എവിടെ? നിയർ സ്വിച്ചസ്, വയറിംഗ് അപ്ലയൻസസ്, വയറിംഗ് ഉപകരണങ്ങള്, സ്വിച്ച്, ഇതിന്റെ ഒക്കെ അടുത്ത് ഈർപ്പം പാടില്ല. ചിലപ്പോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ തുടങ്ങിയാൽ നേരെ വന്ന് ലൈറ്റ് ഓഫ് ചെയ്യും അല്ലേ? അങ്ങനെ പാടുണ്ടോ? നമ്മുടെ കയ്യിൽ ഒരിക്കലും ഒരു ഈർപ്പം വരാൻ പാടില്ല. എന്താ നമുക്ക് കറണ്ട് അതികൂടെ പെട്ടെന്ന് പാസ്സാവും അല്ലെ? ഷോക്ക് അടിക്കും. ഇവിടെ ഷഹനാസ് ഇട്ടിട്ടുണ്ട്, ഷോക്ക് അടിക്കും. ഷോക്ക് അടിച്ചിട്ടുണ്ടോ ഷഹനാസിന്? ആർക്കെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ ചെറുതായിട്ട് സ്വിച്ചിന്? ഉണ്ട്. ഇതാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു. കുറെ പേരുണ്ടല്ലോ, ഇഷ്ടംപോലെ പേരുണ്ട്. അത് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ട് ചെറുതായിട്ട്, ഒരു ചെറിയൊരു തരിതരിപ്പ് പോലെ വരും അല്ലേ? സ്വിച്ചിന് ഇച്ചിരി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ സ്വിച്ച് ഇട്ടപ്പോ പതുക്കെ ഒരു തരിപ്പ് പോലെ പെട്ടെന്ന്, വേറെ വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്തായാലും ഇവിടെ പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താ? നമ്മള് ഈർപ്പം പാടില്ല. അതായത് നനവ് വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ കറണ്ട് പെട്ടെന്ന് പാസ് ചെയ്യില്ലേ? നമ്മുടെ കയ്യിൽ ഈർപ്പുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ സ്വിച്ചിന്റെ അടുത്ത്, അതായത് ഉപകരണങ്ങളുടെ അടുത്ത് ഈർപ്പം എന്ത് ചെയ്യണം? തടയണം. പ്രൊട്ടക്ട് കോഡ്സ്. കോഡുകൾ, കോഡ് എന്ന് പറഞ്ഞ എന്താ? വയറ്. കോഡ് എന്ന് പറഞ്ഞ വയറുകൾ. പ്രൊട്ടക്ട് കോഡ്സ്, ഹീറ്റ്. അവിടെ ഓയിലാണ് കേട്ടോ, ഓയിൽ. ഒന്ന് എഴുതി വെച്ചേ, OIL, ഓയിൽ. ഹീറ്റ്, ഓയിൽ ആൻഡ് അബ്യൂസ് വിൽ ഡാമേജ് ഇലക്ട്രിക് ഇൻസുലേഷൻ. നമ്മുടെ ഈ ഹീറ്റ് ചൂടടിച്ചു കഴിഞ്ഞാൽ ഇൻസുലേഷൻ പോകും, വയറിന്റെ ഇൻസുലേഷൻ പോകും അല്ലെ? പിന്നെ ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ എന്നാ അതിന്റെ ഉള്ളിലുള്ള കമ്പിയാണ്, ചെമ്പ് കമ്പി അല്ലേ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മളെ കറണ്ട് പാസ് ചെയ്യുന്ന സാധനം നമുക്ക് നേരെ പിടിക്കാൻ പറ്റുമോ? നമുക്ക് അതിനകത്തേക്കൂടെയാണ് കറണ്ട് പോകുന്നത് അല്ലെ? അപ്പൊ അവിടെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, കമ്പീനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഇൻസുലേഷൻ. നമ്മുടെ വയറൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ പുറമെ ഇപ്പൊ വയറ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. വയറിന്റെ ആ ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. അതെങ്ങനെയാ? നമ്മൾ ചൂടടിച്ചാ ചിലപ്പോ നമ്മുടെ നല്ല അടുപ്പിന്റെ ഒക്കെ അടുത്തുള്ള വയറൊക്കെ ചിലപ്പോ ചൂടടിച്ച് തന്നെ ഇൻസുലേഷൻ പോകാം. ഓയില് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുപയോഗം, അബ്യൂസ് എന്ന് പറഞ്ഞാൽ ദുരുപയോഗം, എന്തെങ്കിലും നമ്മൾ കത്തി ഒക്കെ എടുത്ത് വെറുതെ കൊള്ളുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദുരുപയോഗം, ചിലപ്പോ വയറിങ്ങനെ നമ്മൾ ചുറ്റി വെക്കുമ്പോഴോ ഇങ്ങനെ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ എന്താ? ആ ഇലക്ട്രിക് ഇൻസുലേഷൻ പോകാം.
അല്ലെ? അപ്പൊ ഇലക്ട്രിക് ഇൻസുലേഷൻ പോകാതെ ആ വയറുകളെ സംരക്ഷിക്കണം. ഇലക്ട്രിക് ഇൻസുലേഷൻ പോകാതെ ആ വയറുകളെ സംരക്ഷിക്കണം. അടുത്ത് നോക്കിയേ, ഇൻസ്പെക്ട് കോഡ്സ് പ്ലസ് സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് regularly to make sure that they are not damaged. ഇൻസ്പെക്ട് കോഡ്, ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇൻസ്പെക്ട് പരിശോധിക്കുക, പരിശോധിക്കുക. ഇൻസ്പെക്ട് കോഡ്സ്, വയറുകൾ പരിശോധിക്കണം, പ്ലഗുകൾ പരിശോധിക്കണം, സ്വിച്ചുകൾ പരിശോധിക്കണം. ആൻഡ് ഔട്ട്ലെറ്റ്, നമ്മളെ കണക്ഷൻ ഇല്ലേ, വയർ കുത്തുന്ന ഇതില്ലേ, ഔട്ട്ലെറ്റ്, അത്. പിന്നെ റെഗുലർലി ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ഡാമേജ്ഡ്. നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാറുണ്ടോ? ഷോക്ക് അടിച്ച് കഴിയുമ്പോഴാണ് പ്ലഗും സ്വിച്ചൊക്കെ മാറ്റണേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണം. എന്തെങ്കിലും കേടുപാടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇൻസ്പെക്ട് കോഡ്സ് പ്ലസ് സ്വിച്ചസ് ആൻഡ് ഔട്ട്ലെറ്റ്സ് റെഗുലർലി, ഇവിടെ റെഗുലർലി എന്ന് പറഞ്ഞേക്കണേ, പതിവായിട്ട്. ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ഡാമേജ്ഡ്, എന്ത് ചെയ്യണം, ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ടു മേക്ക് ഷുവർ ദാറ്റ് they are not damaged, അതിനൊന്നും ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അടുത്ത പോയിന്റ് നോക്കിയേ, റിപ്പോർട്ട് ഇലക്ട്രിക് ഫോൾട്ട് ഇൻസ്റ്റന്റ്ലി. എ സ്മോൾ ഷോക്ക്, overheating, sparkling or noise is an urgent warning. Report electric fault instantly. Fault, ഇലക്ട്രിക് ഫോൾട്ടുകൾ, എന്തെങ്കിലും ഇലക്ട്രിക് കറണ്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഫോൾട്ട് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ഇത് എന്തൊക്കെയാ ഫോൾട്ട്, ഇലക്ട്രിക് ഫോൾട്ട് നമ്മളെ കാണിക്കുന്ന ചില കാര്യങ്ങൾ. സ്മോൾ ഷോക്ക്, ഒരു ചെറിയ ഷോക്ക് അടിച്ചത് ഫോൾട്ട് ആണ് അല്ലെ, അവിടെ എന്തെങ്കിലും തകരാറ് വന്നതാണെന്ന് മനസ്സിലാക്കാം. ഓവർ ഹീറ്റിംഗ്, ചിലപ്പോ സ്വിച്ചുകളൊക്കെ കൂടുതൽ ചൂടാവാം. സ്വിച്ച് കൂടുതൽ ചൂടാവുന്നത് എന്താ, ഇലക്ട്രിക് തകരാറ് കാണിക്കുകയില്ലേ, ആ സ്വിച്ചിന്റെ കംപ്ലൈന്റ് കാണിക്കുന്നതാണത്. ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ സ്പാർക്കിംഗ്, സ്പാർക്കിംഗ് വരാലോ, തീ പോലെ വരാലോ, ചെറിയ ഒരു സ്പാർക്ക് പോലെ വരൂലേ അല്ലെ, സ്പാർക്ക് വരുന്നത്. ഓർ നോയിസ്, ചിലപ്പോ അതിൽ നിന്ന് പൊട്ടലും ചീറ്റലൊക്കെ വരാല്ലേ. സ്വിച്ച് ഒക്കെ ഇടുമ്പോൾ ചിശി എന്നൊക്കെ പറഞ്ഞ അവിടെ ഒരു പൊട്ടലും ചീറ്റണ ശബ്ദമൊക്കെ കേൾക്കാം. ഇതെല്ലാം എന്തിനെ കാണിക്കുന്നതാ, ഇലക്ട്രിക് ഫോൾട്ടിനെ കാണിക്കുന്നതാണ്. ഇലക്ട്രിക് തകരാറുകളാണ്, അതൊരു കംപ്ലൈന്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു വാണിംഗ് ആണ് നമുക്ക് അല്ലേ. അപ്പോ ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ചെറിയ ഷോക്ക് അടിച്ചാൽ, അല്ലെങ്കിൽ സ്വിച്ച് അമിതമായി ചൂടാകുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തീപ്പൊരി പോലെ സ്പാർക്ക് വരുന്നത്, തീപ്പൊരി പോലെ വരുന്നത് കണ്ടാല്, എന്തെങ്കിലും നോയിസ്, ശബ്ദങ്ങൾ അതിൽ നിന്ന് വരുവാണെങ്കിൽ, ഇതെല്ലാം നമുക്ക് ആ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഉപകരണങ്ങള് ചീത്തയാണ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു വാണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പ്. അത് കാണുമ്പോൾ നമുക്കറിയാം അല്ലെ, സ്വിച്ച് ഇപ്പൊ കൂടുതൽ ചൂടായി കഴിയുമ്പോ കാണുമ്പോൾ അറിയാം സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണ് അല്ലെ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, റിപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഡു നോട്ട് യൂസ് ആൻ ഇലക്ട്രിക് ഔട്ട്ലെറ്റ്സ് when the plug do not fit accurately. Get the outlets changed. Okay, do not use an electric outlet when the plug do not fit accurately. അതായത് നമ്മുടെ പ്ലഗ് കറക്റ്റ്, നമ്മുടെ കറക്റ്റ് നമ്മൾ കുത്തുന്ന പ്ലഗ് ആ ഔട്ട്ലെറ്റില് കറക്റ്റ് ഫിറ്റ് അല്ല, ചിലപ്പോ ലൂസായി പോകാം അല്ലെ. ചിലപ്പോ നമ്മൾ പ്ലഗ് കുത്തുമ്പോ ആ ബോക്സ്, ആ കുത്തണ ഔട്ട്ലെറ്റ് ചിലപ്പോ എന്താ വലുതോ അങ്ങനെ ചിലപ്പോ ലൂസായൊക്കെ പോകാം. അത് ഫിറ്റ് അല്ലെങ്കിൽ, അത് കറക്റ്റ് ആയിട്ട് അതിന് ഫിറ്റ് അല്ലെങ്കിൽ, നമ്മുടെ പ്ലഗ്, നമ്മൾ കുത്തുന്ന പ്ലഗ് ആ ഔട്ട്ലെറ്റില് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗെറ്റ് ദ ഔട്ട്ലെറ്റ്സ് ചേഞ്ച്ഡ്. ആ ഔട്ട്ലെറ്റ് നമ്മൾ മാറ്റണം, ചേഞ്ച് ചെയ്യണം. അത് മാറ്റി നമ്മുടെ പ്ലഗ് കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഔട്ട്ലെറ്റ് വെക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഡു നോട്ട് യൂസ് ആൻ ഇലക്ട്രിക് ഔട്ട്ലെറ്റ് when the plug do not fit accurately. Get the outlets changed. നമ്മൾ കുത്തുന്ന പ്ലഗ് ആ ബോക്സിൽ, ആ ഔട്ട്ലെറ്റില് എന്താ, അത് കറക്റ്റ് ഫിറ്റ് അല്ല, ലൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ വെറുതെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ തന്നെ ഔട്ട്ലെറ്റ് ചേഞ്ച് ചെയ്യണം. ഇനി അടുത്തൊരു പോയിന്റ് നോക്കിയേ, when connecting and disconnecting equipment
turn the on-off switches to off position. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു എക്യുപ്മെന്റ് കണക്ട് ചെയ്യോ ഡിസ്കണക്ട് ചെയ്യോ ചെയ്യുമ്പോൾ ഓൺ ഓഫ് സ്വിച്ച് ഏത് പൊസിഷനിലായിരിക്കും? എപ്പോഴും ഓഫ് പൊസിഷനില്. ആരെങ്കിലും ചെയ്യാറുണ്ടോ? മൊബൈലിലെ ചാർജ് തീർന്നു പെട്ടെന്ന് കൊണ്ടുവന്ന് കുത്തി ഇടും, ചാർജ് കുത്താൻ വെക്കും അല്ലെ? ചിലപ്പോ പ്ലഗ് ഓൺ ആയിരിക്കും, നമ്മുടെ സ്വിച്ച് ഓൺ ആയി കിടക്കായിരിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കൂല, നേരെ കൊണ്ടുവന്ന് കുത്തി വെക്കും അത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന നമ്മൾ എടുത്തോണ്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോ പ്ലഗ് ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്ലഗ് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യണ ആ ചാർജർ നമ്മൾ ആ ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ എന്താണ് ഓൺ ഓഫ് സ്വിച്ച് മക്കള് ചെയ്യാറുണ്ട് അല്ലെ? ഓൺ ഓഫ് സ്വിച്ചസ് ടു ഓഫ് പൊസിഷൻ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കും പറ്റാറുണ്ട്, എനിക്കും പറ്റിയിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുമ്പോഴേ, ചിലപ്പോ മിക്സിയൊക്കെ അടിക്കാനായിട്ടൊക്കെ കടകളിൽ ആ തിരക്കിന് നമ്മൾ ചെയ്യുമ്പോഴേ ചിലപ്പോ സ്വിച്ച് ചിലപ്പോ ഓൺ ആയിരിക്കും. നമ്മൾ ചിലപ്പോ പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുവന്ന് ആ പ്ലഗ് കൊണ്ടുവന്ന് കുത്തും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ആദ്യം സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ഉപകരണങ്ങളാണെങ്കിലും എന്ത് സ്വിച്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാനോ പാടുള്ളൂ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അത്. ഓക്കെ, അടുത്ത നോക്കിയേ. Make sure that the equipment is properly grounded. 3-wire ground plugs are good protection. അത്രയും മതി കേട്ടോ. അത് അടുത്ത സെന്റൻസ് ആണത്. Protection. Keep wire lamps free from contact with the curtains, furniture, packing materials. Keep wire lamps. അത് ഒറ്റ സെന്റൻസ് ആട്ടോ. രണ്ട് ഇതായിട്ട് കിടക്കുന്നത്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് ദ എക്വിപ്മെന്റ് ഈസ് പ്രോപ്പർലി ഗ്രൗണ്ടഡ്. എന്ത് ഉപകരണമാണെങ്കിലും നമ്മൾ ആ ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് നിർത്തുക. ഗ്രൗണ്ടിൽ അത് ഉറച്ചു നിൽക്കുകയാണെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോ ചാരി വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. നമ്മള് എന്ത് സാധനം ആയിക്കോട്ടെ നമ്മളത് ഗ്രൗണ്ട് ലെവലിലാണ്, ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് നിർത്തണം. പിന്നെ ഏത് പിന്നാ ഏറ്റവും നല്ലത്? 3 പിന്നാണോ 2 പിന്നാണോ? ഏതാ നല്ലത്? ഏത് പിന്നാ? 3 വയർ. 3 പിന്നാണ് എപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷന് നല്ലത്. 3 വയർ ഗ്രൗണ്ട് പ്ലഗ്സ് ആർ ഗുഡ് പ്രൊട്ടക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് ഏതാ? 3 വയർ ഗ്രൗണ്ട് പ്ലഗ്സ് ആർ ഗുഡ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷന് ഏറ്റവും നല്ലത് ഏതാണ്? 3 വയർ പ്ലഗ്സ് ആണ്. Then keep wire lamps free from contact with the curtains, furniture, packing materials. വയർ ലാമ്പ് കണ്ടിട്ടുണ്ടോ? വയർ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓരോ സെലിബ്രേഷനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താ വയർ ലാംപ്സ്? ഈ മാല ബൾബ് എന്നൊക്കെ പറയൂലേ നമ്മള് അല്ലേ? അമ്പലത്തില് അമ്പല പരിപാടിക്ക്, പള്ളി പെരുന്നാളിന്, ഇപ്പൊ ക്രിസ്മസ്, നമ്മുടെ ക്രിസ്മസിന്, ഇനിയിപ്പോ അടുത്തതിലേ വരുന്നു നമ്മുടെ ഓരോ ഇതിന്, വിഷുവിന്, ഇതിനൊക്കെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വീടുകളിലും നമ്മുടെ എന്താ ഇറയത്തും നമ്മുടെ മതിലിന്റെ അവിടെയൊക്കെ ഇങ്ങനെ മാല ബൾബുകൾ തൂക്കിയിടും അല്ലേ? മാല പോലെ കിടക്കുന്ന ബൾബുകള്, അതാണ് നമ്മള് വയർ ലാംപ്സ് എന്ന് പറയുന്നത്. വയറും ലാമ്പും. ഓക്കെ, വയറും ലാമ്പ്, ലാംപ്സ് എന്ന് പറഞ്ഞ വിളക്കുകള്, വയറും ലാംപ്സും. അത് കർട്ടനോ ഫർണിച്ചറോ പാക്കിംഗ് മെറ്റീരിയൽ ഇങ്ങനെയുള്ള ഇതിനൊക്കെ കോണ്ടാക്ട്, ഇപ്പൊ കർട്ടന്റെ അടുത്തൊക്കെ അത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ വല്ല ഷോർട്ട് ആയിട്ട് വല്ല തീ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇന്ത്യയുടെ ഫ്രീ ആക്കി വെക്കണം. ആ 2 പോയിന്റ്സ് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാട്ടോ. ഇതിന്റെ അത്രയും പോയിന്റ്സ് നോക്കി വെക്കുക. 4, 6 പോയിന്റ് വരെ നോക്കി വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സമയമായില്ലേ? അത്രയും ഓക്കെ അല്ലേ? ഇവിടെ വരെ കണക്ടിങ് ആൻഡ് ഡിസ്കണക്ടിങ് എക്വിപ്മെന്റ്, ടേൺ ഓൺ ഓഫ് സ്വിച്ചസ് ടു ഓഫ് പൊസിഷൻ. അത്രയും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നമ്മള് 3rd മൊഡ്യൂളിലേക്ക് കടന്നിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ചാപ്റ്റേഴ്സ് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എളുപ്പമാണോ? കുഴപ്പമില്ല അല്ലെ? ഈ ചാപ്റ്റർ കുഴപ്പമില്ല. ഓക്കെ.